അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖത്തെ ധാരാളമായി വർണ്ണിച്ച ഹദീസുകൾ നമുക്ക് കാണാം. ധാരാളം പണ്ഡിതന്മാർ അവിടുത്തെ മുഖവിശേഷണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സാധാരണ ഉള്ള ആളുകൾക്കുള്ളതുപോലെ മെലിഞ്ഞതോ വല്ലാതെ തടിച്ചതോ വികൃതമായതോ രൂപത്തിലൊന്നും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖത്തെ പറഞ്ഞിട്ടില്ല. വളരെയധികം സുന്ദരമായ ധാരാളം ആളുകൾ വർണ്ണിച്ചത് പൂർണ്ണ ചന്ദ്രന്റെ പ്രഭയോട് ഉപമിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ബറാ ബിൻ ആസിബിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പൂർണ്ണ ചന്ദ്രനോട് ഉപമിച്ചുകൊണ്ടാണ് അവിടുന്ന് മറുപടി കൊടുത്തത്. ഇതേ പ്രകാരം ധാരാളം ഹദീസുകൾ അവിടുത്തെ പൂമുഖത്തെ പൂർണ്ണചന്ദ്രനോട് ഉപമിച്ചതായി നമുക്ക് കാണാം. സൂര്യനോട് ഉപമിക്കുമാറ് ഒരിടത്തും കാണില്ല. കാരണം ചന്ദ്രനെ പോലെ അതല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വെളിച്ചം സൂര്യനുണ്ടല്ലോ എന്ന് നമ്മൾ പറയുമെങ്കിലും സൂര്യന്റെ ആ താപം അത് ചില സമയങ്ങളിൽ സഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണ്. അപ്പൊ ആ ഒരു ചൂടിന്റെ പ്രയാസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപമിക്കുമ്പോൾ അതുണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് വളരെ ലളിതമായ ആ ഒരു ചന്ദ്രന്റെ വെളിച്ചത്തിനുണ്ട ആ പ്രഭ, അത് ആ തേജസ് ഒരു പ്രത്യേകതരം തേജസ്സാണ്. അപ്പൊ ആ സൂര്യനിലേക്ക് ഉപമിക്കാതെ ചന്ദ്രനിലേക്ക് തന്നെ ഉപമിച്ചതും ആ ഒരു പ്രഭക്ക് അത്രയധികം സൗന്ദര്യവും അത്രയധികം തേജസ്സും ഉള്ളത് കൊണ്ടാണ് ചന്ദ്രനോട് പണ്ഡിതന്മാർ ഉപമിക്കാൻ കാരണം. ചിലര് ചന്ദ്രനിലേക്ക് ഉപമിച്ചു പറയുമ്പോൾ ചിലർ പ്രകൃതിയിലുള്ള എല്ലാറ്റിന്റെയും സൗന്ദര്യത്തിന്റെ ആകത്തുക അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് സമ്മേളിച്ചിട്ടുണ്ട് എന്ന് വിശേഷിച്ചിട്ടുണ്ട്. പ്രകീർത്തന കാവ്യങ്ങളിലും ആ ഉപമ വ്യക്തമായി നമുക്കൊക്കെ കാണാവുന്നതാണ്. ഇബ്നു സാക്കിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ആയിഷ ബീവിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം. ആയിഷ ബീവി സൂചി തുന്നിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇബ്നു സാക്കിർ റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, ആയിഷ ബീവി വസ്ത്രം തുന്നിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സൂചി നിലത്ത് വീണു. അതിങ്ങനെ പരതിക്കൊണ്ടിരിക്കുന്ന സമയം, കാണാതിരിക്കുന്ന ആ ഒരു സമയം, തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ റൂമിലേക്ക് കടന്നു വന്നപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പൂമുഖത്തെ പ്രകാശം അത് തട്ടിക്കൊണ്ട് സൂചി എനിക്ക് തപ്പിയെടുക്കാൻ സാധിച്ചു എന്ന ഹദീസിൽ കാണാം. ഈ വിഷയം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അറിയിച്ച സമയത്തും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി കൊടുത്തു. ഇളം ചുവപ്പ് നിറമുള്ളവളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ആയിഷ ബീവിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അന്ത്യനാളിൽ എന്റെ പൂമുഖം കാണാത്തവർക്ക് ആണ് ഏറ്റവും വലിയ നാശം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി കൊടുത്തു എന്നുള്ളത്. അപ്പൊ അത്രത്തോളം ആ പൂമുഖത്ത് നിന്നുള്ള വെളിച്ചം കാണുമാറായിരുന്നു എന്ന് ആയിഷ ബീവിയും റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇങ്ങനെ ധാരാളം ഹദീസുകളിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖത്തെ വെളിച്ചം പറയുന്നുണ്ട്. ബഖ്ദൂം തങ്ങള് മങ്കൂസ് മൗലിദിലും ഇതേ ആശയം പറയുന്നുണ്ട്. ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലസ്സുറുജി എന്ന ആ കവിതയിൽ, ആ വർണ്ണിക്കുന്ന മദ്ഹ് ഗീതത്തിൽ മഖ്ദൂം തങ്ങളും വ്യക്തമായി അത് പറയുന്നുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖത്തെക്കുറിച്ച് അവിടുന്ന് താമസിക്കുന്ന ഭവനത്തിൽ വെളിച്ചത്തിന്റെ ആവശ്യമില്ല എന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം. അതിനെ ആത്മീയമായി നമ്മൾ പറയുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൃദയത്തിൽ കയറ്റിയ ഒരാൾക്ക് മറ്റൊരു വെളിച്ചത്തിന്റെ ആവശ്യമില്ല, മറ്റൊരു ആത്മീയ സപ്പോർട്ടിന്റെ ആവശ്യമില്ല എന്നുള്ള അർത്ഥത്തിൽ ആ കവിവാക്യത്തെ അങ്ങനെയും വിവരിച്ചവരുണ്ട്. അപ്പൊ അത്രത്തോളം അവിടുത്തെ പൂമുഖത്തെ വർണ്ണിക്കുന്ന ധാരാളം കവിവാക്യങ്ങള്, ഹദീസുകള് നമുക്ക് കാണാവുന്നതാണ്. ഒരാളുടെ മനസ്സിന്റെ തെളിമയും സൗന്ദര്യത്തിന്റെ അളവും മനസ്സിലാക്കുക അവരുടെ മുഖത്തെ നോക്കിക്കൊണ്ടാണ്. ഒരു സമുദായത്തിന്റെ ഏറ്റവും വലിയൊരു നേതൃത്വത്തിനും ആ ഒരു സവിശേഷത ഉണ്ടാകുന്നത് ഏറ്റവും ഗുണകരമാണ് എന്ന് നമുക്കറിയാം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖത്ത് അത് അത്രമാത്രം പ്രകടിച്ച് കാണാറുണ്ടായിരുന്നു. അവിടുന്ന് സന്തോഷത്തോടെ നിൽക്കുന്ന സമയത്തും അവിടുന്ന് ഏറ്റവും കൂടുതൽ ആനന്ദത്തോടെ നിൽക്കുന്ന സമയത്തും വളരെ പുഞ്ചിരിയോടെ വളരെ സന്തോഷമുള്ള ആ മുഖഭാവം അദ്ദേഹം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖത്ത് ദർശിക്കാറുണ്ടായിരുന്നു. അവിടുന്ന് ദേഷ്യപ്പെടുന്ന സമയത്ത്
അവിടത്തേക്ക് ഇഷ്ടപ്പെടാത്ത വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ ആ മുഖത്തുള്ള മാറ്റവും പ്രകടമായി കാണാറുണ്ടായിരുന്നു എന്ന് ഹദീസിലൂടെ നമുക്കറിയാം. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യപ്പെടുന്ന സമയത്ത്, അവിടത്തേക്ക് വിഷമുണ്ടാവുന്ന സമയത്ത് കണ്ണുകളും മുഖവും ഒക്കെ ചുവന്ന് തുടിക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പ്രവാചക ലബ്ധിക്ക് മുമ്പ് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂമുഖത്തിന്റെ ആ ഒരു ബറക്കത്ത്, ആ ഒരു വലിയ സന്തോഷം പറയുന്നുണ്ട്. മക്ക നിവാസികൾ മായ ലഭിക്കുന്നതിനു വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂമുഖം ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞത് ആ മുഖത്തിന് അന്നും അത്രമാത്രം വലിയ പവറുണ്ടായിരുന്നു എന്നുള്ളതിന്റെ ബാക്കിപത്രമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂമുഖത്തെക്കുറിച്ച് ഖുർആനിലും ധാരാളമായിട്ട് ആ വിശേഷണം പറയുന്നുണ്ട്. കുറച്ചു കാലം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കാൻ പ്രഖ്യാപിച്ച സമയത്ത് മുത്തുനബിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കലായിരുന്നു. അപ്പൊ ആ ഒരു വിഷമുണ്ടായ സമയത്തും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശത്തേക്ക് നോക്കി ദുആ ചെയ്ത സമയത്ത് ഖുർആനിൽ ആ ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആർത്തിയോടെ ആകാശത്തേക്ക് നോക്കുന്നുണ്ടല്ലോ എന്ന് ഖുർആൻ ചോദിക്കുന്ന സൂക്തങ്ങൾ നമുക്ക് കാണാം. അത്രമാത്രം ആ മുഖത്തിന് വലിയ പ്രാധാന്യം ഖുർആനിലും വിശേഷണമായി പറയുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂമുഖം അത്രമാത്രം വിശേഷാൽ പൂമുഖമായിരുന്നു എന്ന് മനസ്സിലാക്കാനാണ് ഇത്രമാത്രം അറിയിച്ചതും ഖുർആനിലും അത്ര തന്നെ വിശേഷാൽ രീതിയിൽ വ്യാഖ്യാനിച്ചതും നമുക്ക് കാണാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വലിയ പൂമുഖം കാണാൻ നമുക്കെല്ലാം തൗഫീക്ക് നൽകട്ടെ എന്ന് മാത്രം ഉണർത്തി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.